my dear students, welcome to Teacher at Home. Today class we are going to learn the fourth chapter, that is about the periodic table. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ എലമെന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ എലമെന്റ്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാവരെയും ഓരോ റോലും കോളത്തിലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുക. You know all the substances in the universe are formed by the combination of elements. അപ്പോൾ യൂണിവേഴ്സിൽ ഉണ്ടായ എല്ലാ സാധനങ്ങളും എന്താണ്? എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ ഫാർ അബൌട്ട് 120 elements have been discovered. അപ്പോൾ മൊത്തത്തിൽ എത്ര എലമെന്റ്സ് ആണ് ഉള്ളത്? 120 elements ആണ് ഉള്ളത് അല്ലേ? ഓൺലി 90 elements are seen in nature. പക്ഷെ പ്രകൃതിയിൽ കാണുന്നത് 90 elements ആണ്. The rest are artificial elements. അപ്പോൾ 120 elements are present in the nature. 90 എണ്ണം എന്താണ്? നാച്ചുറൽ എലമെന്റ്സ് ആണ്. ബാക്കിയുള്ളത് ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്. You might have seen a table of these elements in the science notebook. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ നമ്മൾ സയൻസ് ബുക്കിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ടൂൾ ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടേബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് നോൺ ആസ് ദ പീരിയോഡിക് ടേബിൾ. ഇതിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുക. ഹെൻറി മോസ്ലി ത്രൂ ഹിസ് എക്സ്പെരിമെന്റ്സ് പ്രൂവ്ഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദെയർ അറ്റോമിക് നേച്ചർ. അപ്പോൾ ഹെൻറി മോസ്ലി ആണ് എന്ത് പറഞ്ഞ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അക്കോർഡിംഗ് ടു ദിസ് എലമെന്റ്സ് ആർ അറേഞ്ച് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പറുടെ ഇൻക്രീസ്ഡ് ഫോമിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുക. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ എക്സിസ്റ്റ് എ പീരിയോഡിക് ടേബിൾ earlier. Let us look into the early attempts of classification of elements. അപ്പോൾ എലമെന്റ്സിനെ അറ്റോമിക് നമ്പറുടെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻക്രീസിംഗ് ഓർഡറിൽ. ഇൻ ടു ദ ഹിസ്റ്ററി ഇറ്റ് വാസ് ലാവോസിയർ ഹു ഫസ്റ്റ് മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ. ലാവോസിയർ ആണ് ആദ്യമായിട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. 1789 the known 30 elements were classified. അപ്പോൾ 30 എലമെന്റ്സിനെ എങ്ങനെ മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് he was not able to classify metalloids. മെറ്റലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ? അത് ബോത്ത് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടി കാണിക്കും. ദാറ്റ് വാസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഒരു ലിമിറ്റേഷൻ പറയുന്നത് അതായിരുന്നു. മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ മെറ്റലോയിഡ്സ് which is showing both the properties of metals and non-metals cannot be classified. After Lavoisier, it was Daubrunner who gave notable contribution to the classification of elements. He formed small group of 3 elements. അപ്പോൾ എന്താണ്? ലാവോസിയർ ആണ്. ലാവോസിയറിന് ശേഷം ഡോബറിനർ ആണ് എന്ത് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അതിന് ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. 3 എലമെന്റ്സ് ഉള്ള ഓരോ ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിനെയാണ് നമ്മൾ ട്രയാഡ്സ് എന്ന് പറയുക. എലമെന്റ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അറ്റോമിക് മാസ് ലിഥിയത്തിന്റെ 7, സോഡിയം 23, പൊട്ടാസ്യം 39, എലമെന്റ് കാൽഷ്യം 40, സ്ട്രോൺഷ്യം 87, ബേരിയം 137.3, element chlorine 35.5, bromine 80, iodine 121. ഇതൊക്കെയാണ് അറ്റോമിക് മാസിന്റെ ഓരോ എലമെന്റ്സും. In the triads, the atomic mass of the second element was approximately the arithmetic mean and the third element of the first and third element. അപ്പോൾ ട്രയഡ്സിൽ അറ്റോമിക് മാസ് ഓഫ് ദ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് എലമെന്റ്. ഫസ്റ്റ് ആൻഡ് ദ തേർഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ 39 plus 7 by 3. അപ്പോൾ 9 plus 7 6, 46 by 2 ആണ്. 3 അല്ല, മീൻ അല്ലേ, 2 ആകുമ്പോൾ എത്രയാ? 23 അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി റൈറ്റ് അല്ലേ? 23. ഇനി അടുത്ത എടുക്കുകയാണെങ്കിൽ 137.3 40. അപ്പോൾ 3 1 4 1 141 3 7 4 141.3. അപ്പോൾ നേരെ 2 എന്നാകുമ്പോൾ 7, 1 ആകുമ്പോൾ 0 പോയിന്റ് വരും അല്ലേ? In the triads, atomic mass of the second element approximately that of the first and third elements. This helped in finding the relationship between atomic mass. ഇത് എന്തിനെ നമ്മളെ സഹായിച്ചു?
അറ്റോമിക് മാസും ഓരോ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനും സഹായിച്ചു. All elements could not be classified into triads, which has the limitation. എല്ലാ എലമെന്റ്സിനെയും ട്രയഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ചില ലിമിറ്റേഷൻസ് ഉണ്ട്. In 1866, when Newlands arranged the known 56 elements in the increasing order of atomic mass, he found the properties of the 8th element is the repetition of those of the first element. അപ്പോൾ 1866 ന്യൂലാൻഡിന്റെ അറേഞ്ച് ചെയ്തപ്പോൾ 56 എലമെന്റ്സിനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തപ്പോൾ എന്താ കണ്ടത്? പ്രോപ്പർട്ടീസ് ഓഫ് ദ 8th എലമെന്റ്, എട്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്. അതായത് എട്ടാമത്തെ എലമെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് പ്രോപ്പർട്ടിയുടെ റിപ്പിറ്റേഷൻ തന്നെയാണ്. ഹി കമ്പയർഡ് ദിസ് ടു ദ 7 നോട്ട്സ് ഓഫ് മ്യൂസിക്. ജസ്റ്റ് ലൈക്ക് ദ 8th നോട്ട് ഇസ് ദ റിപ്പിറ്റേഷൻ ഓഫ് സ രി ഗ മ പ ധ നി സ. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞ എയ്ത്ത് എന്ന് പറഞ്ഞ ആദ്യത്തിന്റെ റിപ്പിറ്റേഷൻ തന്നെയാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ 8 അല്ലെ, ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ബട്ട് വൺ ഓഫ് ദ നോട്ടഡ് ലിമിറ്റേഷൻ ഓഫ് ദിസ് വാസ് ദ എലമെന്റ്സ് വിത്ത് ഹയർ അറ്റോമിക് മാസ് ഡിഡ് നോട്ട് ഒബേ ദിസ് റൂൾ. ഹയർ അറ്റോമിക് മാസ് ഉള്ളത് ഈ റൂൾ ഒബേ ചെയ്യുന്നില്ല. എലമെന്റ് ലിഥിയം, അറ്റോമിക് മാസ് പറയുന്നത് 7, ബെറിലിയം 9, ബോറോൺ 11, കാർബൺ 12, നൈട്രജൻ അറ്റോമിക് മാസ് ആണ് 14, oxygen 16, fluorine 19. Element sodium 23 atomic mass, magnesium 24, aluminum 27, silicon 29, phosphorus 31, sulfur 32, chlorine 35.5. Element potassium 39, calcium 40. Classification using table. It was the Russian scientist Dmitry Ivanovich Mendeleev who created a table for the first time for the classification of elements. അപ്പോൾ റഷ്യൻ സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെ. എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തത് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആണ്. മെൻഡലീഫ് കെയിം ടു ബി നോൺ. അപ്പൊ മെൻഡലീഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുക. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആരാണ്? മെൻഡലീവ് ആണ് പീരിയോഡിക് ടേബിളിന്റെ ഫാദർ. Dmitry Ivanovich Mendeleev. The periodic table, which became a milestone in the history of the classification of elements, at 63 elements when it was created. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയപ്പോൾ എത്ര എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്? 63 എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. മെൻഡലീവ് അറേഞ്ച് ദ ടേബിൾസ് എലമെന്റ്സ് ഇൻ ദ ടേബിൾ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ. അപ്പോൾ മെൻഡലീവ് ഇതിനെ അറേഞ്ച് ചെയ്തു. ഏത് പ്രകാരമാണ്? അറ്റോമിക് മാസിന്റെ ഇൻക്രീസ് പ്രകാരമാണ് ഇതിനെ അറേഞ്ച് ചെയ്തത്. When arranged so, he found that the chemical and physical properties of elements repeated. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 8th എലമെന്റ് സെയിം പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ അറേഞ്ച് ചെയ്തപ്പോൾ കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ചില എലമെന്റ്സിന്റെ റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണുന്നു. ബേസ്ഡ് ഓൺ ദ മെൻഡലീവ് പ്രപ്പോസ് ദ പീരിയോഡിക് ടേബിൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീവ് എന്ത് ചെയ്തത്? പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് are periodic functions of their atomic mass. Oxide hydride പറയുമ്പോൾ RO, oxide പറയുമ്പോൾ RO, അത് ഓരോന്നിലും വേരി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് R2O, സെക്കൻഡ് RO, തേർഡ് ആകുമ്പോൾ R2O3, ഫോർത്ത് ആകുമ്പോൾ RO2, ഹൈഡ്രൈഡ് ആകുമ്പോൾ RH. ഓക്കെ, അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സീരീസ്, സെക്കൻഡ് സീരീസ്. ഓക്കെ, ടേബിൾ ഒന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അഡ്വാൻറ്റേജ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പം മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എന്താ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടായിരുന്നത്? എലമെന്റ്സ് were classified in such a way the elements of similar properties were placed in. അപ്പൊ ഈ എലമെന്റ്സ് ഒക്കെ തോന്നിയ പോലെ ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ? ഇല്ല. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഓർഡർ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, അറ്റോമിക് നമ്പർ ഇൻക്രീസ്, അറ്റോമിക് നമ്പർ ഡിക്രീസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റണം. Learning chemistry was thus made easier. Some elements did not follow the correct ascending order of their atomic masses. He pointed out that this could be due to the wrong determination of atomic mass. ഒന്നില്ലെങ്കിൽ അറ്റോമിക് മാസ് കണ്ടുപിടിച്ചത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും. Later this led to the correction of the wrongly determined atomic mass. Atomic mass of beryllium was determined from 14 to 9. അല്ലേ, ആദ്യം 14 ആയിരുന്നു, പിന്നെ അത് മാറ്റിയിട്ട് 9 ആക്കി. Columns were left vacant for elements which are not known at the time and the properties. ആ സമയത്ത് അറിഞ്ഞാത്ത പ്രോപ്പർട്ടീസ് ഒക്കെ പിന്നീട് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടു. Group and period. The vertical column in the periodic table are known as group, and the elements of the groups exhibit similar in physical and chemical property.
Horizontal rows are known as periods. Okay. പിന്നെന്താ ലിമിറ്റേഷൻ ഓഫ് Mendeleev's periodic table. അപ്പം Mendeleevയുടെ periodic tableന് കുറച്ച് limitations ഒക്കെ ഉണ്ടായിരുന്നു. Elements which large difference in properties were included in the same group. ലാർജ് ഡിഫറൻസിനുള്ള മെമ്പേഴ്സിനെ എന്താണ് ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. എലമെന്റ്സ് അതായത് ഹാർഡ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ കോപ്പറും സിൽവറും ദേവ് ഇൻക്ലൂഡഡ് അലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഹാർഡ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ കോപ്പറും സിൽവറും, സോഫ്റ്റ് ആയിട്ടുള്ളത് ഏതാ സോഡിയം പൊട്ടാസ്യം. നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ദ എലമെന്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു പൊസിഷനും ഇല്ല, ഫസ്റ്റ് പൊസിഷനാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഒന്ന് എല്ലാത്തിൽ നിന്നും വിട്ടു നിന്നിട്ട്. നോൺ മെറ്റാലിക് ഹൈഡ്രജൻ വാസ് പ്ലേസ്ഡ് അലോങ് ദ മെറ്റൽസ് അല്ലേ. നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഏതിന്റെ ഒപ്പം മെറ്റൽസിന്റെ ഒപ്പം ലിഥിയം സോഡിയം പൊട്ടാസ്യത്തിന്റെ ഒപ്പമാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സി ഹിയർ hydrogen position, it is along with the lithium sodium potassium rubidium cesium francium. Okay, so it is in position with the metals. Increasing order of atomic mass was not strictly followed throughout. അപ്പോൾ ഈ അറ്റോമിക് മാസ് കൂടിക്കൊണ്ട് വരണം, അത് എല്ലാ ഭാഗത്തും ഫോളോ ചെയ്തിട്ടില്ല. കൊബോൾട്ട് CO, നിക്കിൾ Ni, ടെലൂറിയം Te and iodine I. Modern periodic law. In 1869, while Mendeleev was framing the periodic table, there was no clear idea formed about the fundamental particles or the structure of the atom. 1869 മെൻഡലീവ് ഈ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഈ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസോ അതോ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മോസ്റ്റ്ലി ത്രൂ ഹിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ഗേവ് സീരിയൽ നമ്പർ ടു ദ എലമെന്റ്സ് ആൻഡ് ഇറ്റ് വാസ് കോൾഡ്. മോസ്റ്റ്ലി ആണ് എന്ത് ചെയ്തത്, സീരിയൽ നമ്പർ കൊടുത്തത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ്. ബേസ്ഡ് ഓൺ ദിസ് പീരിയോഡിക് ലോ വാസ് മോഡിഫൈഡ്. Chemical and physical properties of elements are periodic functions of their atomic numbers. അതായത് കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ഓക്കെ, അനലൈസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. അനലൈസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ്സ് എന്ന് പറയുമ്പോൾ 7 പീരീഡ്സ് ഉണ്ട്. ഷോർട്ടസ്റ്റ് പീരീഡ് ഏതാ, ഫസ്റ്റ് പീരീഡ് ആണ് ഷോർട്ടസ്റ്റ് പീരീഡ്. നമ്പർ ഓഫ് എലമെന്റ് ഇൻ ദ തേർഡ് പീരീഡ് എത്ര, 8. ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 18. അപ്പോൾ ഗ്രൂപ്പ്സ് 18, പീരീഡ് 7. You know that the elements having similar properties are included in the same group. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.